പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ദൈവം തൻ്റെ മക്കൾക്ക് നൽകുന്ന സമ്മാനമാണ് പരിശുദ്ധാത്മാവ്. എന്നാൽ പലപ്പോഴും നാം പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുകയും പരിശുദ്ധാത്മാവിനോട് മല്ലടിക്കുകയുമാണ് ചെയ്യുന്നത്. എഫേസോസ് 4:30 തിരുവചനം പറയുന്നു, രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രവർത്തികളും നമ്മുടെ സംസാരങ്ങളും പലപ്പോഴും പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്നതാണ്. നാം പരിശുദ്ധാത്മാവിനോട് മല്ലടിക്കുകയും പരിശുദ്ധാത്മാവിനെ നാം നിർവീര്യമാക്കി കളയുകയുമാണ് ചെയ്യുന്നത്. സകലവിധ വിദ്വേഷങ്ങളും തിന്മകളും പരദൂഷണങ്ങളും നമ്മുടെ അഹങ്കാരവും സ്വാർത്ഥതയും നാം ഉപേക്ഷിക്കണമെന്ന് വിശുദ്ധ പൗലോസ്ലീഹ നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. പരിശുദ്ധാത്മാവാണ് നമ്മുടെ ബലഹീനതയിൽ നമ്മെ ശക്തിപ്പെടുത്തുന്നതും നമ്മെ ധൈര്യപ്പെടുത്തി നമ്മെ സഹായിക്കുന്നതും തിന്മയെ ചെറുക്കുവാനുള്ള കഴിവ് തരുന്നതും പരിശുദ്ധാത്മാവ് തന്നെയാണ്. തിന്മകളെ ഉപേക്ഷിക്കുവാനും തിന്മയുടെ സാഹചര്യങ്ങളെ വിട്ടുപേക്ഷിക്കുവാനും നമ്മെ ധൈര്യപ്പെടുത്തി മുന്നോട്ട് പ്രത്യാശയോടെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. റോമ 8:26 തിരുവചനം പറയുന്നു, നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ. എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. യോഹന്നാൻ 14:16 യേശു ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് നൽകുകയും ചെയ്യും. നമ്മുടെ പ്രതിസന്ധികളിലും പ്രലോഭനങ്ങളിലും നിരാശകളിലും തകർച്ചകളിലുമെല്ലാം നമ്മെ ശക്തിപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് നമുക്ക് പ്രത്യാശ നൽകി ധൈര്യത്തോടെ മുന്നോട്ട് പോകുവാനായിട്ട് നമ്മെ സഹായിക്കുന്നു. പരിശുദ്ധാത്മാവിന് വേണ്ടിയാണ് നാം നിരന്തരം പ്രാർത്ഥിക്കേണ്ടത്. ദാഹത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമുക്ക് ലഭിക്കും. യോഹന്നാൻ 7:37 യേശു പറയുന്നുണ്ട്, ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവരുടെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. യേശു ഇത് പറഞ്ഞത് യേശുവിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന ആത്മാവിനെക്കുറിച്ചാണ്. ദൈവം തൻ്റെ മക്കൾക്ക് നൽകുന്ന വലിയ സമ്മാനമാണ് പരിശുദ്ധാത്മാവ്. യോഹന്നാൻ 4:10 യേശു സമറിയക്കാരിയോട് പറഞ്ഞു, ദൈവത്തിൻ്റെ ദാനം എന്തെന്നും എനിക്ക് കുടിക്കാൻ തരിക എന്ന് നിന്നോട് ആവശ്യപ്പെടുന്നത് ആരെന്നും അറിഞ്ഞിരുന്നുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം തരികയും ചെയ്യുമായിരുന്നു. യേശു നമ്മോടും ഇത് പറയുന്നുണ്ട്. ജീവജലം പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് നമ്മെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുകയും ചെയ്യും. സങ്കീർത്തനം 51:11 ദാവീദ് രാജാവ് പ്രാർത്ഥിക്കുന്നത് ഇപ്രകാരമാണ്, അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്നും എടുത്തു കളയരുതേ എന്നാണ്. റോമ 5:5 വിശുദ്ധ പൗലോസ്ലീഹ നമ്മോട് പറയുകയാണ്, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളിലും വേദനകളിലും പ്രതിസന്ധികളിലും നിരാശപ്പെടാതെ പ്രത്യാശയോടെ ജീവിക്കുവാനുള്ള ശക്തിയും ധൈര്യവും തന്ന് നമ്മെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ദൈവത്തിൻ്റെ ദാനവും വാഗ്ദാനവുമായ പരിശുദ്ധാത്മാവിനാൽ നിറയുവാനായിട്ട് നമുക്ക് നിരന്തരം പ്രാർത്ഥിക്കാം. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.